വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ പ്രത്യേകമായ വിളിയുള്ള ഓരോരോ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ വിളി ലഭിച്ച ദൈവത്തിന്റെ ഭക്തന്മാർ ദൈവനിയോഗത്തിന്റെ മരുഭൂവാസത്തിലേക്ക് പോയിട്ടുണ്ട്. ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ അനുഭവിച്ച മരുഭൂമിയുടെ അനുഭവമാണ് വാസ്തവത്തിൽ കർത്താവിന്റെ കരങ്ങളിൽ പിൽക്കാലത്ത് പ്രയോജനപ്പെടത്തക്ക തരത്തിൽ അവരെ മാറ്റിയത്. അതുകൊണ്ട് ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം മരുഭൂവാസം അവന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ കാലഘട്ടമല്ല. മരുഭൂവാസം വാസ്തവത്തിൽ അവന്റെ പുരോഗതിയുടെ കാലഘട്ടമാണ്. ആമേൻ. അതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ച വചനങ്ങളാണ് നമ്മുടെ ഹൃദയങ്ങളെ കത്തിക്കേണ്ടത്. ആ കത്തലിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന പ്രാർത്ഥനയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. തിരുവചനത്തിന്റെ താളുകൾ ഉടനീളം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. പേര് വിളിക്കുന്ന പേരിന്റെ ഉടമസ്ഥൻ ആരാന്നറിയാത്ത ഒരു പൈതൽ. തമ്പുരാൻ പേര് വിളിച്ചെങ്കിലും തമ്പുരാൻ ആ പേര് വിളിച്ചതെന്ന് അവൻ അറിയത്തില്ല. ഇങ്ങനെ ഒരു അനുഭവത്തിൽ പോയവനാണ് ആലയത്തിന്റെ അന്തർമന്ദിരത്തിനകത്ത് കടന്ന് വലിയൊരു നിയോഗം ഏറ്റെടുത്തു വരുന്നത്. അവനെക്കുറിച്ച് പിൽക്കാലങ്ങളിലുള്ള ചരിത്രം വേദപുസ്തകം പറയുന്നു. അവൻ ഒരു രാത്രി മുഴുവനും ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു എന്ന്. മാതാവിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് ശമൂവേൽ. എങ്കിലും പിൽക്കാലത്ത് ആ തലമുറ ഒരു പ്രാർത്ഥനയുടെ തലമുറയായി. ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദിനെ അഭിഷേകം ചെയ്യാനുള്ള നിയോഗം ആ പ്രവാചകന്റെ മേലുണ്ട്. എന്നാൽ നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഭാഗം? വാസ്തവത്തിൽ നിറഞ്ഞിരിക്കുന്ന തൈലക്കൊമ്പ് ദൈവത്താൽ കരത്തിലേൽപ്പിക്കപ്പെട്ട പ്രവാചകനായത്. അത് ദൈവമാ കൊടുത്തത് അവന്റെ കരത്തിൽ ഒരു തൈലക്കൊമ്പ്. പക്ഷേ തൈലക്കൊമ്പ് അവന്റെ കരത്തിലിരിക്കുമ്പോൾ തന്നെ പലരെയും ചൂണ്ടിക്കാണിച്ചിട്ട് ഇവരുടെ ശിരസിലേക്ക് ആ തൈലക്കൊമ്പ് ചെരിക്കാൻ പറയുന്ന ഒരപ്പന്റെ ശബ്ദമുണ്ട്. ഇല്ലേ? പലരെയും ചൂണ്ടിക്കാണിച്ചിട്ട് പ്രവാചകനോട് തൈലക്കൊമ്പ് ഇവരുടെ തലയിൽ ചെരിച്ച് ഒഴിക്കാൻ പറഞ്ഞ ഒരപ്പനുണ്ട്. എന്നാൽ പ്രാർത്ഥനയുടെ മറുപടിയിൽ എഴുന്നേറ്റ് വന്ന ഒരു തലമുറയുടെ മേൽ പകരപ്പെട്ട നിയോഗം ഈ ലോകത്തിലെ അപ്പന്മാരുടെ ശുപാർശയ്ക്കനുസരിച്ച് ചെരിഞ്ഞു വീഴുന്നതല്ല. നീളവും വണ്ണവും ഒക്കെ ഉണ്ടെന്ന് ഈ ലോകത്തിന്റെ അപ്പന്മാർ പറഞ്ഞ് ശുപാർശ ചെയ്ത് മുൻപോട്ട് നിർത്തിയ ഒരെണ്ണത്തിന്റെ ശിരസിന്റെ മേൽ പ്രവാചകന്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പ് ചെരിഞ്ഞില്ല. എന്തുകൊണ്ടാ ചെരിയാഞ്ഞത്? പ്രാർത്ഥനയുടെ മറുപടിയായി അകത്തു വീഴുന്ന നിയോഗം, ആ നിയോഗത്തിന്റെ തൈലക്കൊമ്പ് ചെരിയണമെങ്കിൽ വനത്തിന്റെ അകത്ത് കിടക്കുന്ന നിയോഗമുള്ള പവിഴ നിറമുള്ളവൻ പ്രവാചകന്റെ മുൻപിൽ വരാതെ അവന്റെ കയ്യിലിരിക്കുന്ന തൈലക്കൊമ്പ് ചെരിയാറില്ല. ഈ കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടത് അപ്പന്മാരുടെ ശുപാർശയ്ക്കനുസരിച്ച് കയറി വരുന്ന ഈ ലോകത്തിന്റെ നീളമുള്ളവന്റെ തലയിൽ തൈലക്കൊമ്പ് ചെരിക്കുന്ന പ്രവാചകനെയല്ല. പിന്നെയോ വനാന്തരത്തിൽ കിടക്കുന്നവനെങ്കിലും ദൈവത്തിന്റെ കണ്ണിൽ പവിഴ നിറമുള്ളവനെ ദൈവത്താൽ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നാൽ അവന്റെ ശിരസിലേക്ക് നിയോഗത്തിന്റെ തൈലമൊഴിക്കുന്ന ആമേൻ വിശുദ്ധ പ്രവാചകന്മാരെയാണ് ദൈവത്തിന് ആവശ്യമുള്ളത്. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ തലമുറയിൽ ദൈവം നമ്മളെ അങ്ങനെ കണ്ടതിനായി ദൈവത്തിന് നന്ദി പറയാം. ആമേൻ. അനേക ശിരസുകളുടെ മേൽ ചെരിയാൻ തൈലക്കൊമ്പ് ഉള്ള ഉടമസ്ഥർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൻ പറഞ്ഞവന്റെ മേൽ ഒഴിക്കാൻ അവർ തയ്യാറാ. പക്ഷേ ആര് പറഞ്ഞിട്ടൊഴിച്ചാലും ദൈവം കണ്ടവന്റെ മേൽ മാത്രമേ അത് ജ്വലിക്കത്തുള്ളൂ. ആമേൻ. അത് പ്രാർത്ഥനയുടെ തലമുറയാണ്. ഹന്നയുടെ പ്രാർത്ഥന വേദപുസ്തകത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയ ശബ്ദമൊന്നുമില്ല.
നമ്മളൊക്കെ ഒരുപാട് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നവരാ അല്ലേ? പരിസരം മറന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരാ. എന്നാൽ വേദപുസ്തക ചരിത്രത്തിലെ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉടമസ്ഥയുടെ പ്രാർത്ഥനയ്ക്ക് ശബ്ദമില്ലായിരുന്നു. വീഞ്ഞു കുടിച്ച് മത്ത് പ്രാപിച്ചെന്ന് കാണുന്നവന് തോന്നുമാറ് അധരം വിറച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് സ്വർഗത്തെ തുറന്ന് ശമൂവേലിനെ താഴേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാസ്തവമായി കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായി നാം ചെലവിടുന്ന സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അസാധാരണവും ദിവ്യവുമായ ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ വളരെ ഗൗരവമായി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതും നമ്മൾ ഏറ്റെടുക്കേണ്ടതുമായ പ്രാർത്ഥനയുടെ അഭിഷേകമുണ്ട്. അതിനുവേണ്ടിയാണ് അല്പകാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച അനന്തരം നമ്മൾ പ്രാർത്ഥിക്കാനായി പോകുന്നത്. ഹന്ന വാസ്തവത്തിൽ പ്രാർത്ഥിച്ചത് ഒരു തലമുറയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് നാം ചിന്തിക്കുന്നു, പറയുന്നു. എങ്കിലും ഹന്നയുടെ പ്രാർത്ഥനയ്ക്കകത്ത് വളരെ സുന്ദരമായ ഒരു വാചകമുണ്ട്. എന്താണെന്നറിയാം? എനിക്കൊരു തലമുറ വേണമെന്നല്ല, യഹോവയുടെ സന്നിധിയിൽ നിവേദിക്കാൻ എനിക്കൊരു തലമുറ വേണം. ഇന്ന് പകൽ നിയോഗമുള്ള ഹന്നമാർ ഇതിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിന്റെ സന്നിധിയിൽ നിവേദിക്കാനുള്ള ഒരു തലമുറയ്ക്ക് ജന്മം നൽകാനുള്ള ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഭാരതത്തിന്റെ ഉണർവിനായി എഴുന്നേറ്റ് വരേണ്ട ഒരു യൗവനക്കാരുടെ കൂട്ടമുണ്ട്. ആ ഒരു തലമുറയുടെ എഴുന്നേൽപ്പിനുള്ള ഈറ്റുനോവ് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ ആ ആത്മാവിനെ നമ്മുടെ മേൽ പകരാൻ, ആ എരിവിനെ നമ്മുടെ മേൽ പകരാൻ, ആ ജ്വലനത്തെ നമ്മുടെ മേൽ പകരാൻ, ആ തീക്ഷ്ണതയെ നമ്മുടെ മേൽ പകരാൻ, ആ തീവ്രമായ പ്രാർത്ഥനയുടെ ആത്മാവിനെ ഇന്ന് പകൽ നമ്മുടെ മേൽ പകരാൻ ദൈവത്തിന്റെ ദൂതസഞ്ചയം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇറങ്ങി വരട്ടെ. അത്രമാത്രം ശക്തമായി ഹൃദയത്തിന്റെ ദാഹത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് സംസാരിച്ച അടുത്ത വ്യക്തി യോഹന്നാനാണ്. മരുഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട മനുഷ്യൻ. പക്ഷേ കർത്താവ് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയപ്പോൾ മരുഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട മനുഷ്യൻ എഴുതിയില്ല. ദൈവം അയച്ചിട്ട ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ദൈവത്തിന് അയക്കാൻ ഒരുവനെ വേണമെങ്കിൽ നിശ്ചയമായിട്ടും അവനെ അയക്കുന്നതിന് മുൻപ് തമ്പുരാൻ ഒരു മരുഭൂമിയിൽ ഇരുത്തും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ നാം നേരിടുന്ന പ്രതികൂലങ്ങളുടെയോ വരണ്ടുണങ്ങിയ മരുഭൂമികളുടെയോ ഒക്കെ അനുഭവം ഒരയക്കപ്പെടലിന്റെ മുന്നോടിയാണെന്ന് ഇന്ന് പകൽ നാം വിശ്വസിക്കണം. ആമേൻ. അടുത്തത് നാം ശ്രദ്ധിക്കുമ്പോൾ യോഹന്നാനെ എവിടെ കൊണ്ടുവന്ന് നിർത്തിയാലും യോഹന്നാന്റെ പ്രസംഗം മനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അല്ലേ? യോഹന്നാനെ എവിടെ മീറ്റിങ്ങിന് വിളിച്ചാലും ഒറ്റ മെസ്സേജേ ഉള്ളൂ യോഹന്നാൻ. കൊല്ലത്ത് വിളിച്ചാലും മനസാന്തരപ്പെടുവിൻ ദൈവരാജ്യം, കോട്ടയത്ത് വിളിച്ചാലും മനസാന്തരപ്പെടുവിൻ ദൈവരാജ്യം, തിരുവനന്തപുരത്ത് വിളിച്ചാലും മനസാന്തരപ്പെടുവിൻ. നമ്മളാണ് എന്ത് പറഞ്ഞേ? ആ ഉപദേശിക്ക് ഒറ്റ മെസ്സേജേ ഉള്ളെന്ന് പറയല്ലേ? യോഹന്നാൻ ഒറ്റ മെസ്സേജേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന്റെ യേശുവിന്റെ പ്രസംഗത്തിന്റെ ഫോട്ടോസ്റ്റാറ്റായിരുന്നു. ആമേൻ. ഇല്ലേ? യോഹന്നാനെ തടവിൽ ആക്കി താഴിട്ട് പൂട്ടി താക്കോല് പടയാളി എടുത്തുകൊണ്ട് പോയ സമയത്തെ കുറിച്ചാണ് വചനം പറയുന്നത്. അന്നു മുതൽ യേശു മനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പൊ മരുഭൂമിയിൽ ഇവനെ കൊണ്ടുവന്നിരുത്തിയിട്ട് ദൈവം അവന് കൊടുത്ത ഫോട്ടോസ്റ്റാറ്റ് എന്താന്ന് നോക്കിക്കേ. തമ്പുരാൻ പറഞ്ഞു, ഞാൻ അയക്കുന്ന പുത്രന് പ്രസംഗിക്കാൻ വേണ്ടി ഇവിടെ തയ്യാറാക്കുന്ന പ്രസംഗത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് നിനക്ക് ഞാൻ തരാം. അപ്പൊ നമ്മുടെയൊക്കെ മരുഭൂവാസങ്ങൾ
വാസ്തവത്തിൽ പുത്രന് ലോകത്തോട് സംസാരിക്കാനുള്ള പ്രസംഗത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് പ്രാപിക്കുന്ന സമയങ്ങളാണ്. ഇന്ന് പകൽ നിനക്ക് പുത്രന്റെ പ്രസംഗത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് തരാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിശക്തമായ അരുളപ്പാടുകളുടെ കൈമാറ്റം ഈ തലമുറയിൽ നമ്മുടെ മേൽ പകരാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇന്ന് അനുഭവിക്കുന്ന മരുഭൂവാസങ്ങളുടെ നടുവിൽ പ്രാർത്ഥനയുടെ ആത്മാവിനെ പ്രാപിക്കുക. അടുത്ത കാലഘട്ടം നോക്കിക്കേ, പരിശുദ്ധാത്മാവ് യേശുവിനെ നിർബന്ധിച്ചു. എവിടെ? മരുഭൂമിയിൽ. ആ മരുഭൂമിയിലാണ് പിശാചുമായിട്ടുള്ള ആദ്യത്തെ യുദ്ധം നടക്കുന്നത്. അവിടെ വചനത്താൽ പുത്രത്വം ജയിച്ചു വരുന്നത് നാം കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ലോകസ്ഥാപനത്തിനു മുന്നമേ എന്നെ വിളിച്ചെന്ന് പറഞ്ഞ് രംഗപ്രവേശം ചെയ്യുന്ന പൗലോസ്. നോക്കിക്കേ, ലോകസ്ഥാപനം മുതൽ എന്നെ വിളിച്ചു എന്ന വെളിപ്പാടോടെ രംഗപ്രവേശം ചെയ്ത പൗലോസ് ഗലാത്യ ലേഖനത്തിൽ താൻ ഇങ്ങനെ എഴുതി, ഞാൻ നേരെ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. എന്തുകൊണ്ടാ മരുഭൂമിയിലേക്ക് പോയത്? ഇന്നലകളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട മുഴുവനെണ്ണവും അതിനു മുൻപുള്ള ദൈവിക പരിശീലനം പ്രാപിച്ചത് മരുഭൂമിയിലാണെങ്കിൽ, ഈ തലമുറയിൽ ഉപയോഗിക്കാൻ ദൈവം വിളിച്ച പൗലോസ്, നിനക്കും ഒരു മരുഭൂവാസമുണ്ട്. ഒരു കൊച്ചുവടിയിൽ ദൈവത്തിന്റെ സമസ്ത അധികാരവും ഉൾപ്പെടുത്തി നടന്ന, അതിനകത്ത് പൊതിഞ്ഞു വെച്ചോണ്ട് നടന്ന മോശ എന്ന് പറയുന്ന വിശുദ്ധ പ്രവാചകനും പുറപ്പെട്ടത് ഒരു മരുഭൂമിയിൽ നിന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന മരുഭൂവാസം തകർച്ചയുടേതല്ല, പരാജയത്തിൻ്റെതല്ല. ഇവിടെ നാം ഉയർത്തെഴുന്നേൽക്കും, ഇവിടെ നാം വിടുവിക്കപ്പെടും, ഇവിടെ നാം അരുളപ്പാട് പ്രാപിക്കും, ഇവിടെ നാം ദൂത് പ്രാപിക്കും, ഇവിടെ നാം ശക്തീകരിക്കപ്പെടും, ഇവിടെ നാം പ്രയോജനപ്പെടും. ഹല്ലേലൂയ. ഇന്നിന്റെ അനുഭവങ്ങളിൽ ഞാനും നിങ്ങളും ഒരു പക്ഷേ ഒറ്റപ്പെടലിന്റെയോ തള്ളപ്പെടലിന്റെയോ തണലില്ലായ്മയുടെയോ താങ്ങ് നഷ്ടപ്പെട്ട അനുഭവത്തിലോ ദൂതില്ലായ്മയുടെ അനുഭവത്തിലോ നാം കൂടെ കാണുമെന്ന് വിചാരിച്ചവർ കൂടെ ഇല്ലാതിരിക്കുന്ന അനുഭവത്തിലോ ഏതൊക്കെയോ മരുഭൂമിയിലൂടെ ആയിരിക്കാം ഞാനും നിങ്ങൾ കടന്നു പോകുന്നത്. എനിക്ക് എന്റേതായ മരുഭൂമിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതും. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവകത്ത് ചലിക്കുന്ന ഒരു ദൈവവൈതൽ വിശ്വസിക്കണം. കർത്താവേ, ഈ മരുഭൂമിയിലാണ് ഞാൻ ശക്തീകരിക്കപ്പെടുന്നത്, ഈ മരുഭൂമിയിലാണ് ഞാൻ പണിയപ്പെടുന്നത്, ഈ മരുഭൂമിയിലാണ് ഞാൻ ഉയർപ്പിക്കപ്പെടുന്നത്, ഈ മരുഭൂമിയിലാണ് ഞാൻ നിയോഗം ഏറ്റെടുക്കുന്നത്, ഈ മരുഭൂമിയിലാണ് ഞാൻ അധികാരം പ്രാപിക്കുന്നത്, ഈ മരുഭൂമിയിലാണ് ഞാൻ അഭിഷേകം ഏറ്റെടുക്കുന്നത്, ഈ മരുഭൂമിയിലാണ് ഞാൻ അരുളപ്പാട് പ്രാപിക്കുന്നത്. ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ യെഹെസ്കേലെ പ്രവാസികളുടെ മധ്യത്തിൽ നീ ഇരിക്കുമ്പോഴാണ് ഉന്നതമായ ഒരു ദർശനം നിന്റെ മേൽ ഇറങ്ങി വരുന്നത്. മാറത്ത് ചാരിക്കിടന്ന യോഹന്നാനെ പത്മോസിന്റെ അകത്തളങ്ങളിൽ നീ ഇരിക്കുമ്പോൾ വേദപണ്ഡിതന്മാർ ചരിത്രകാരന്മാർ പറയുന്നത്, പത്മോസിന്റെ അകത്തളങ്ങളിൽ മാംസദാഹികളായ കഴുകന്മാർ ഉയർന്നു പറന്നുകൊണ്ടിരിക്കുമ്പോ, വിഷസർപ്പങ്ങൾ ചീറ്റി ഓടിക്കൊണ്ടിരിക്കുമ്പോ, ഇന്നലകളിൽ നാടുകടത്തപ്പെട്ട നിരവധി ഭക്തന്മാരുടെ അസ്ഥിപഞ്ജരങ്ങൾ സാക്ഷിയായി കിടക്കുമ്പോൾ, ആ പത്മോസിന്റെ അകത്തളങ്ങളിൽ അസ്ഥികളോട് ഒട്ടിച്ചേർന്ന ഒരു തൊക്കുമായുള്ള ഒരു രൂപം, അതിന്റെ കണ്ണുകൾ മാത്രം വിറയ്ക്കുന്നുണ്ട്. അതാണ് യോഹന്നാൻ, അതാണ് യോഹന്നാൻ. മാറത്ത് ചാരിക്കിടന്നവന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി. അവന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ അളവ് കുറഞ്ഞു, അവന്റെ ശരീരത്തിന്റെ പുഷ്ടി നഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കണം, 10,000ങ്ങളിൽ സുന്ദരനെന്ന് ലോകം മുഴുവനും വാഴ്ത്തിപ്പാടുന്ന അരുമനാഥന്റെ മാർവത്ത് ചാരിക്കിടന്നവൻ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ വെല്ലുവിളിയെ അതിജീവിക്കേണ്ടതിന് അവൻ നാടുകടത്തപ്പെട്ട പത്മോസിന്റെ അകത്തളങ്ങളിൽ ഒരു വിറയ്ക്കുന്ന ഒരു കണ്ണുമായിരിക്കുമ്പോൾ, തേജസ് വാരിച്ചുറ്റിയവൻ അവന്റെ വലതുകരം അവന്റെ ചുമലിൽ വെച്ചിട്ട് വിളിച്ചു പറഞ്ഞു, ഭയപ്പെടരുത്, ധൈര്യപ്പെടുക, ഞാനായി ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ സഭയെ ശക്തീകരിക്കേണ്ടതിന്, എന്റെ സഭയെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കേണ്ടതിന്. കർത്താവേ, വേഗം വരണമേ എന്ന് സഭയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു അസാധാരണമായ ദൂതികൾ, അതിന്റെ ഏടുകൾ തുറക്കാൻ. യോഹന്നാൻ പ്രാപിച്ചതിന് തുല്യമായ ഒരു വെളിപ്പാട് ആരെങ്കിലും പ്രാപിക്കുമോ? യോഹന്നാൻ പ്രാപിച്ചതിനേക്കാൾ
ശ്രേഷ്ഠമായ ഒരു വെളിപ്പാട് പ്രാപിക്കുമോ? ഇല്ല. ഏത് വെളിപ്പാടുകളുടെയും അടിസ്ഥാനം യോഹന്നാൻ പ്രാപിച്ച വെളിപ്പാടാണ്. സ്തോത്രം. ശ്രദ്ധിച്ചേ, എന്തിനീ സംഭവിച്ചാലും യോഹന്നാൻ പ്രാപിക്കാത്തതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാളെ ഒന്ന് സംഭവിക്കുമ്പോ, കാലാവസ്ഥ മാറുമ്പോ, രാജ്യങ്ങളുടെ സ്ഥിതി മാറുമ്പോ, ഇവിടുത്തെ സാമ്പത്തിക നിലവാരം മാറുമ്പോ, സമുദ്രം മാറുമ്പോ, ആകാശം മാറുമ്പോ ഒന്നും തമ്പുരാൻ അത്ഭുതപ്പെടുന്നില്ല. ഓ, ഇത് സംഭവിച്ചോ? ഇല്ല. എന്തുകൊണ്ട്? പത്മോസിൽ ഇരിക്കുന്നവൻ ഇതെല്ലാം സ്ക്രീനിൽ കാണിച്ചു കൊടുത്ത ഒരു ദൈവമുണ്ട്. സ്വർഗത്തിലെ ടെലിവിഷൻ ആർക്ക് മുമ്പാകെ തുറന്നു എന്ന് എന്നോട് ചോദിച്ചാൽ ഇന്ന് പകൽ ഞാൻ പറയും, പത്മോസിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഭക്തന്റെ മുൻപിൽ സ്വർഗത്തിന്റെ ടെലിവിഷൻ ദൂതന്മാർ ഓൺ ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മേൽ പകരാനിരിക്കുന്നത് യോഹന്നാന് കൊടുത്ത ലോക രാജ്യങ്ങളുടെ നിലവാരത്തെക്കുറിച്ച് സ്വർഗം പറഞ്ഞ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ സ്പാർക്കുകളിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന വെളിപ്പാടുകളാണ് നമ്മുടെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നത്. പൗലോസ് പ്രാപിച്ച വെളിപ്പാടിനെ കുറിച്ച് അത്ഭുതത്തോടെ നോക്കുന്ന എത്ര പേരുണ്ട്? പൗലോസിന് കൊടുത്ത വെളിപ്പാടുകളെ കുറിച്ച് അത്ഭുതത്തോടെ നോക്കുന്നവർ എത്ര പേരുണ്ട്? അവരെന്ന് കരമുയർത്തിയേ. എനിക്കും അത്ഭുതമാണ്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. പൗലോസ് പ്രാപിച്ച വെളിപ്പാടുകളുടെ സ്പാർക്കിൽ നിന്ന് നീ എത്ര വെളിപ്പാട് പറഞ്ഞു? പൗലോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ നിന്ന് 1000 പ്രസംഗങ്ങളുടെ സ്പാർക്കുകൾ വെളിപ്പെടില്ലേ? നീയും ഞാനും പറയുന്ന ഒരു പ്രസംഗത്തിൽ നിന്ന് 10,000 പ്രസംഗങ്ങളുടെ സ്പാർക്കുകൾ വെളിപ്പെട്ടു പറഞ്ഞു. ഹല്ലേലൂയ. വാര്യാപുരം യോനാച്ചായന്റെ പ്രവചനത്തിൽ നിന്ന് വെളിപ്പെട്ട സ്പാർക്കുകളാണ് നമ്മുടെ പ്രവചനങ്ങൾ. ആമേൻ. ഞാനും നിങ്ങളുമൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോ അകത്ത് സ്പാർക്ക് അടിച്ചത് ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? അതിൽ നിന്ന് എത്ര പ്രസംഗങ്ങളാണ് നീ പ്രസംഗിച്ചിട്ടുള്ളത്? ആമേൻ. അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട ചില സ്പാർക്കുകൾ എന്റെയും നിന്റെയും ഉള്ളത്തിൽ നിറച്ചു തരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്ക്. നിന്റെ ഒറ്റ പ്രസംഗത്തിൽ നിന്ന് 10,000 പ്രസംഗങ്ങൾ വെളിപ്പെടുമാറ് വചനത്തിന്റെ കലവറകൾ ഇന്ന് പകൽ നിന്റെ ഉള്ളത്തിൽ നിറയ്ക്കാൻ ആഴമായ ദൂതുകളുടെ കലവറകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവനെ കൊട്ടാരത്തിന്റെ അകത്തു നിന്ന് സ്വർഗം വലിച്ചെറിയും. അരമനയ്ക്കകത്ത് നിന്നെ ഉറക്കത്തില്ല. ആമേൻ. അരമനയ്ക്ക് ആ ദൂത് മനസ്സിലാകത്തില്ല. കൊട്ടാരത്തിന് ആ ദൂത് തിരിച്ചറിയാനൊക്കത്തില്ല. ആമേൻ. അത് മനസ്സിലാകുന്നത് മരുഭൂവാസിക്ക് മാത്രമാണ്. അത് മനസ്സിലാകുന്നത് ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രമണിഞ്ഞവന് മാത്രമാണ്. അത് മനസ്സിലാകുന്നത് വെട്ടുക്കിളിയെയും കാട്ടുതേനെയും ഭുജിക്കുന്നവന് മാത്രം. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, ചില ദൂതുകൾ മനസ്സിലാക്കേണ്ടതിന് എന്നെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രമെന്ന് പറയാം. അതൊരുപക്ഷെ നിന്റെ സാമ്പത്തിക തകർച്ചയാകാം, ഒരുപക്ഷെ നിന്റെ ശാരീരിക രോഗമാകാം, ഒരുപക്ഷെ നിന്റെ കുടുംബത്തിന്റെ അസ്ഥിരതകളാകാം, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിന്റെ വൈഷമ്യ ഘട്ടങ്ങളാകാം, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിന്റെ പരുപരുത്ത അനുഭവങ്ങളാകാം. എന്തുവാകട്ടെ, അതിന്റെ പിന്നിൽ ഒരു നിയോഗമുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ശമരിയ പട്ടണത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാ ഒരു മനുഷ്യൻ, അല്ലേ? ആ മനുഷ്യൻ അനുഭവിച്ച അനുഭവം എന്ന് പറയാമോ എന്നോട്? ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്നും ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാ എന്ന് പറഞ്ഞു. അവിടെ സംഭവിച്ചത്, അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസനോട് ദൂതൻ ഒരു ദൂത് പറഞ്ഞു. ദൂത് പറഞ്ഞ എന്താണെന്നറിയാം? നീ എഴുന്നേറ്റ്
ഗസയ്ക്കുള്ള നിർജ്ജന ദേശത്തേക്ക് പോകാം. ഇതാരാ പറഞ്ഞു നോക്കിയേ? ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മിനിസ്ട്രി എന്താണെന്നറിയാവോ? അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് പട്ടണം ഇളകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദൂത് വരുന്നത്. നീ എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന ദേശത്തേക്ക് പോകാം. ആത്മാവ് രംഗപ്രവേശം ചെയ്യുന്നത് ഇവിടെയാണ്. ദൂത് പറഞ്ഞു, ദൂതൻ പറഞ്ഞു, അവൻ അനുസരിച്ചു നടന്നു. എന്താ പറഞ്ഞേ? ഗസയ്ക്കുള്ള നിർജ്ജന ദേശത്തേക്ക് പോകാം. ഞാനാണെ പറഞ്ഞേനെ, കർത്താവെ പോകാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉള്ളത് കൂടെ ഒന്ന് വെളിപ്പാടി കാണിക്കാവോ? അപ്പൊ കർത്താവ് എന്ത് കാണിക്കണം? ഒരു തേര് പോന്ന കാണിക്കണം, അതിനകത്തൊരുത്തൻ ആമേൻ ചുരുളു വായിക്കുന്ന കാണിക്കണം, ആമേൻ അത് കഴിഞ്ഞ് ഞാൻ അവനോട് സംസാരിക്കുന്നത് കാണിക്കണം, അത് കഴിഞ്ഞ് അവൻ ആമേൻ ദേ വെള്ളം എന്നെ സ്നാനപ്പെടുത്തുന്ന വല്ല തടസ്സം ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുന്നത് എന്നെ കാണിക്കണം, അത് കഴിഞ്ഞ് ഞാൻ അവനെ സ്നാനപ്പെടുത്തുന്നത് കാണിച്ചാൽ ഞാൻ പടാന്ന് ഗസയ്ക്ക് പോകും. പക്ഷെ ഇതൊന്നും ഫിലിപ്പോസിനെ കാണിച്ചില്ല. ഒരു ശബ്ദം ഇന്ന് പകൽ ഈ മീറ്റിംഗിൽ നിന്റെ കാതിൽ വന്നടിക്കുന്ന ചില ശബ്ദങ്ങൾക്ക് നീ പറയുന്ന ആമേൻ ഒരു വലിയ ശുശ്രൂഷയുടെ നിയോഗം ഇന്ന് പകൽ നിന്റെ മേൽ പകരുന്ന സമയമാകാം. ആലോചിച്ച് ദൂതനെ അയച്ചിട്ട് സ്വർഗം മാറി നിൽക്കുക. ഇവൻ ദൂതനെ അനുസരിച്ചാൽ പിന്നീട് ഇവനെ നടത്താൻ പോകുന്ന ആത്മാവാണ്. കേട്ട ദൂതുകളെ അനുസരിക്കാത്ത ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ദൂതുകൾക്ക് നീ ആമേൻ പറ. ഇന്ന് പകൽ ആത്മാവ് രംഗപ്രവേശം ചെയ്യും. ആമേൻ. ഇതുവരെയും ആത്മാവ് രംഗപ്രവേശം ചെയ്തില്ല എന്ന് നിന്റെ ഹൃദയത്തിൽ തോന്നുന്നെങ്കിൽ എവിടെയോ പിശക് പറ്റിക്കിടക്കുന്ന ചില ദൂതുകളുടെ ആമേൻ ആമേൻ ഇന്ന് പകൽ നിന്റെ അകത്ത് വരട്ടെ. ആമേൻ ഇന്ന് പകൽ നിന്റെ ഉള്ളത്തിൽ വരട്ടെ. ആമേൻ ആമേൻ. ഒരു ദൂതനെ നീ അനുസരിക്കുമ്പോ നീ ചെന്നു ചേരേണ്ട സ്ഥാനത്ത് നിൽപ്പുണ്ട് ആര്? നിനക്ക് ഇവിടെ വെച്ച് ഇതെല്ലാം വേണമെന്ന് പറയുന്നുണ്ട്. ഈ ആത്മാവിനെ കാണാൻ പറ്റാത്ത നീയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ദൈവാത്മാവ് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ദൂത് ഇന്ന് പകൽ നിന്നെ അവിടെ കൊണ്ടുപോയാൽ ആത്മാവ് അവിടെ വെച്ച് നീയുമായി സന്ധിക്കും. ആമേൻ. പരിശുദ്ധാത്മാവുമായി ഇടപെടാൻ ദൈവം കാണുന്ന ചില ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നത് ഇന്ന് പകൽ നിന്റെ കാതിൽ വീഴുന്ന ചില ദൂതുകളാകാം. എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒന്ന് രണ്ട് വാക്യങ്ങളാണ്. ആത്മാവ് അവനോട് പറഞ്ഞു, അവൻ ഓടിച്ചെന്നു, തേരിന്റെ അടുത്തു ചെന്നു. അവൻ ആത്മാവിനോട് പറഞ്ഞു തേരിനോട് ചേർന്ന് നടക്കാം. ഇന്ന് അവൻ നേരത്തെ റോഡിൽ നിന്നപ്പോ ഒരു കൈവണ്ടിക്കാരൻ പോന്ന കണ്ടു. ആ കൈവണ്ടിയും കൊണ്ട് അങ്ങനെ ഓടുക. ആ ഓടിപ്പോകുന്ന കൈവണ്ടിയോട് ചേർന്ന് നടക്കാൻ ഒരു പക്ഷെ എനിക്ക് കഴിയത്തില്ല. കാരണം അതിന്റെ ചക്രം കറങ്ങുകയാണ്. കറങ്ങുന്ന ചക്രത്തിനോട് ചേർന്ന് നടന്നെനിക്ക് ജയിക്കാൻ പറ്റുകയില്ല. എന്നാൽ ഓടുന്ന തേരിനോട് ചേർന്ന് നടക്കാനാണ് തമ്പുരാൻ ഫിലിപ്പോസിനോട് പറഞ്ഞത്. നിയോഗമുള്ളവന്റെ നടത്തയുടെ വേഗത ഈ ലോകത്തിന്റെ അധികാരങ്ങൾ ഓടുന്ന തേരിന് തുല്യമാക്കി മാറ്റുന്ന ഒരു ദൈവകൃപ ഇന്ന് പകൽ നമ്മുടെ മേൽ പകരപ്പെടുകയാണ്. പൈശാചിക അധികാരങ്ങളുടെ തേരിന്റെ വേഗതയെ ജയിക്കുന്ന നടത്തത്തിന്റെ വേഗത തരുന്ന ദൈവത്തിന്റെ ആത്മാവ്. ഇതുവരെ നിനക്ക് ജയിക്കാൻ കഴിയാതിരുന്ന ചില തേരുകളുടെ വേഗത്തെ ഈ ദിവസങ്ങൾ നീ നടന്നു ജയിക്കുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഈ ദിവസങ്ങളിൽ നാം ജയിക്കാൻ കഴിയാത്ത ചില തേരുകളുടെ വേഗതയെ അവൻ ഈ ദിവസങ്ങളിൽ നീ നടന്നു ജയിക്കുമെന്ന് ആത്മാവ് പറയുകയാണ്. ശുശ്രൂഷ സംബന്ധമായി നിനക്ക് ജയിക്കാൻ കഴിയാതെ നിന്റെ മുന്നേ ഓടിക്കൊണ്ടിരിക്കുന്ന ചില തേരുകൾ ആമേൻ ഈ ദിവസങ്ങളിൽ നിന്റെ നടത്തയ്ക്ക് തുല്യമാകുന്നത് പോലെ അല്ല, ആ തേരുകളുടെ വേഗതയെ ജയിക്കത്തക്ക തരത്തിൽ നിന്റെ കാലുകൾക്ക് മാൻപേടകളുടെ കാലിനേക്കാൾ വേഗത തരുന്നവൻ. എത്ര വരുന്ന പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ട്? ഈ തമ്പുരാനോടാ പ്രാർത്ഥിക്കാൻ പോകുന്നേ. കർത്താവേ, പലർക്കും ജയിക്കാൻ കഴിയാതിരുന്ന തേരുകളുണ്ട്. ആ തേരിനകത്ത് ചുരുള് തിരിച്ചറിയാൻ കഴിയാതെ പോയ അധികാരങ്ങളുമുണ്ട്.
എന്നാൽ അധികാരങ്ങളുടെ തേരിനോട് ചേർന്ന് നടക്കാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ആ തേരിനകത്തിരിക്കുന്നവൻ ഞങ്ങളോട് പറയട്ടെ, നീ കേറി ഇതിനകത്തിരിക്കാൻ പറയട്ടെ. അവനോട് ചുരുളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ യേശുവിനെ കുറിച്ച് ഞങ്ങൾ പറയട്ടെ. ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ പോകുക. ഈ വചനം സത്യമാണെങ്കിൽ അധികാരങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന യാത്രാവഴികളിൽ, ജലാശയങ്ങളിൽ സ്നാനങ്ങൾ നടത്തുന്ന നിയോഗത്തിന്റെ ഫിലിപ്പോസുമാർ ഇന്ന് പകൽ ഇതിനകത്ത് എഴുന്നേൽക്കാൻ പോകുകയാണ്. മുൻകൂട്ടി തീരുമാനമെടുക്കാത്ത ചില സ്നാനങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കത്തക്ക തരത്തിൽ ദൈവത്തിന് ചില ഫിലിപ്പോസുമാര് ഇന്ന് പകൽ ആവശ്യമുണ്ട്. അഥവാ ഒരുപക്ഷെ സ്നാനം കഴിഞ്ഞിട്ട് മാറി ഉടുക്കാൻ നിനക്ക് തുണി ഉണ്ടായിരിക്കത്തില്ല. എന്നാൽ നിന്റെ മടക്കയാത്രയിൽ ആത്മാവ് നിന്നെ കൊണ്ടുപോകുമ്പോൾ ആ വേഗതയിൽ നിന്റെ തുണി ഉണങ്ങുമാറ്. ഫിലിപ്പോസ് സ്നാനം കഴിഞ്ഞപ്പോ അവന്റെ തുണി മാറി ഉടുക്കാൻ വേറൊരു തുണി അവന്റെ കവറിലില്ല. പക്ഷെ എങ്കിലും ഇവൻ അസ്തോദിച്ചെന്ന് പ്രസംഗിക്കണ്ടേ? അപ്പോ ഇവൻ ഉണങ്ങിയ തുണി എവിടുന്ന് കിട്ടും? ആമേൻ. ഷണ്ണന്റെ സ്നാനം കഴിഞ്ഞിട്ട് ആത്മാവിനെ പൊക്കിക്കൊണ്ടുപോകുന്ന പോക്കില്ലേ, ആ പോക്കിൽ അവന്റെ നനഞ്ഞൊന്നു ഉണങ്ങിയിട്ടുണ്ട്. ഇന്ന് പകൽ അടിച്ചു വീശുന്ന ആത്മാവിന്റെ കാറ്റിൽ നിന്റെ നനഞ്ഞ തുണികളെ ഉണക്കിയിട്ട് ഇന്ന് പകൽ നിന്റെ ആസ്തോതിൽ നിർത്തുന്ന ഒരു ദൈവത്തിന്റെ കാറ്റ് ഇന്ന് പകൽ ഇതിനകത്ത് അടിച്ചുറങ്ങട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനെ പ്രാപിക്ക്. ഇന്ന് പകൽ അസാധ്യങ്ങളെ കണ്ട് പ്രാർത്ഥിക്ക്. നീ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. നീ അസാധ്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. നീ പട്ടണങ്ങളെ ഇളക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്. ആരും പ്രാർത്ഥിക്കാത്ത നിലവാരത്തിൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്ക്. ഇതുവരെ പ്രാർത്ഥിക്കാത്ത തരത്തിൽ നീ പ്രാർത്ഥിക്ക്. ഇതുവരെ പറയാത്ത വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്ക്. ഇതുവരെ കാണാത്ത വിശ്വാസത്തിന്റെ കാറ്റയിൽ പ്രാർത്ഥിക്ക്. പ്രാർത്ഥന, പ്രാർത്ഥന. പട്ടണം ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്ക് കീഴടങ്ങട്ടെ. പട്ടണം ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്ക് കീഴടങ്ങട്ടെ. ഇനി ഞങ്ങൾ ഒരു മീറ്റിംഗും കൂടെ ഈ പട്ടണത്തിൽ വച്ചാൽ ആമേൻ, ആളുകൾക്ക് കയറി വരാൻ കഴിയാത്ത തരത്തിൽ ഈ പട്ടണം ഇവിടെ കൂടി വരത്തക്ക തരത്തിൽ ഇന്ന് പകൽ ഈ പട്ടണത്തിന്റെ കെട്ടുകള് ഇന്ന് പകൽ അഴിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ സുവിശേഷത്തിൽ കണ്ടത് കെട്ടപ്പെട്ട കഴുതയുടെ കെട്ടഴിക്കുന്ന ദൈവദാസനെ. എന്നാൽ നീ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കണ്ടത് രാജ്യങ്ങളുടെ കെട്ടഴിക്കുന്ന ദൈവദാസന്മാരെ. ആമേൻ. എന്നാൽ ഇന്ന് നീ കാണാൻ പോകുന്നത് ഭൂഖണ്ഡങ്ങളുടെ കെട്ടുകളെ അടിക്കുന്ന അഭിഷിക്തന്മാരെ. ചില ഭൂഖണ്ഡങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില പട്ടണങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില അധികാരങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങട്ടെ. ഇന്നലകളിൽ നമ്മൾ കൂടി വന്നപ്പോ നടത്തിയ വിശ്വാസത്തിന്റെ പ്രാർത്ഥനകൾ ദൈവം നീതിയായി കണക്കിട്ടവനാണ്. ഒരുപക്ഷെ അന്ന് കേൾവിക്കാരന് മനസ്സിലാകത്തില്ലായിരുന്നിരിക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ കേൾവിക്കാരന് ചില ഉൾക്കൊള്ളാൻ കഴിയാത്തവയായിരിക്കാം. എന്നാൽ നാളുകളിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. അത് സംഭവിക്കാൻ പോകുകയാണ്. അത് സംഭവിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. വേദപുസ്തകത്തിൽ നല്ലൊരു വാക്യം ഓർക്കുന്നുണ്ടോ? അവൻ ദൂതന്മാരെ തന്റെ കാറ്റുകളും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ദൂതന്മാരെ കാറ്റുകളും അഗ്നിജ്വാലകളെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. അല്ലേ? എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഈ കാറ്റും അഗ്നിജ്വാലയും തമ്മിലുള്ള ബന്ധം എന്താ? കാറ്റ് വന്നാൽ ദൂതൻ ഇറങ്ങിയാൽ ശുശ്രൂഷകൻ കത്തും. ദൂതൻ ഇറങ്ങിയാൽ ശുശ്രൂഷകൻ കത്തും. കാറ്റടിച്ചാൽ ജ്വാല കത്തും.
ഇന്ന് പകൽ അടഞ്ഞു കിടക്കുന്ന, അണയാറായി കിടക്കുന്ന ജലമണ്ഡലങ്ങളിൽ ഇന്ന് പകൽ ആത്മാവിന്റെ കാറ്റടിച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കാറ്റട്ടെ. ഞാൻ എന്റെ ഭാവനയിൽ ഒരു കാര്യം പറയട്ടെ. എന്റെ ഭാവനയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ആ വാക്യം വായിച്ചപ്പോ എന്റെ ഭാവനയിൽ ഞാനൊരു കാര്യം കണ്ട് സ്തോത്രം പറഞ്ഞു. അത് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആമേൻ. എന്തിനാ അങ്ങനെ ഭാവന കണ്ടെന്ന് ചോദിച്ചാൽ അതെന്റെ സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് വേണേ കണ്ടാൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല, വേണേ കണ്ടാൽ മതി. ഞാൻ ഭാവന കണ്ടതൊക്കെ എനിക്ക് ചില സമയത്ത് അനുഗ്രഹമായി വന്നിട്ടുണ്ട്. ഞാൻ കണ്ട ഭാവന എന്താണെന്നറിയാം? ഈ തടവറയ്ക്കകത്ത് പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങ് ഉറങ്ങുകയാണ്. വാസ്തവത്തിൽ ഞാൻ തമ്പുരാന്റെ വാക്യത്തിലൂടെ ഒക്കെ ഒന്ന് കാണാൻ നോക്കിയപ്പോ ഞാൻ അവനെ ഇങ്ങനെ കണ്ടു. ഒരു കത്തി ജ്വലിക്കേണ്ട ഒരു അഗ്നിജ്വാല, അവൻ ഒരു തീപ്പൊരിയായി കിടക്കുകയാണ്. ശുശ്രൂഷകൻ അഗ്നിജ്വാലയാന്ന് ഞാൻ അങ്ങ് സങ്കല്പിച്ചു. പക്ഷെ ഇപ്പൊ ആ ശുശ്രൂഷകൻ അവൻ ഒരു തീപ്പൊരിക്ക് സമമായി കിടക്കുകയാണ്. പ്രതികൂലത്തിന്റെ ചാരം മൂടിയ ഒരു കനൽ, പ്രതികൂലത്തിന്റെ ചാരം മൂടിയ ഒരു കനൽ പോലെ ആ ശുശ്രൂഷകൻ അതിനകത്ത് കിടക്കുകയാണ്. സ്വർഗം തന്റെ കാറ്റായ ദൂതനെ അകത്തോട്ട് അയച്ചു. കാറ്റായ ദൂതന്റെ ഒരു ചിറകടി പത്രോസ് പറഞ്ഞ അഗ്നിജ്വാല അവിടെ കത്തുകയാണ്. പ്രതികൂലത്തിന്റെ ചാരങ്ങൾക്ക് നിന്നെ കെടുത്താൻ കഴിയാതെ വണ്ണം ഇന്ന് പകൽ നിന്റെ മേൽ കാറ്റായി ഇറങ്ങി വരുന്ന ദൈവദൂത സഞ്ചയത്തിന്റെ ചിറകടി ഇന്ന് പകൽ നിന്നെ കത്തിക്കട്ടെ. ഞാൻ അന്ന് വരെ വിശ്വസിച്ചിരുന്നത്, അന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്നത്, മുമ്പേ പോയ ദൂതൻ 1-2 കാവല് തുറന്ന് ഇരുമ്പ് വാതിൽ തുറന്നു പോയെന്ന. പക്ഷെ ഒന്നുകൂടെ ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെയാ വായിച്ചത്, 1-2 കാവല് തുറന്നവർ പോയി, പട്ടണത്തിന്റെ വാതിൽ നിന്ന് ഇരുമ്പ് വാതിൽ താനേ തുറന്നു. ദൂതൻ തുറന്നതല്ല. ദൂതന്റെ കത്തിക്കലിൽ ഇന്ന് പകൽ ഒരു ശുശ്രൂഷകൻ അഗ്നിജ്വാലയായി ചലിച്ചാൽ ഇതുവരെ തുറക്കാത്ത ചില വാതിലുകൾ താനേ തുറക്കത്തക്ക തരത്തിൽ ഇന്ന് പകൽ 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 താനേ തുറക്കത്തക്ക തരത്തിൽ ഇരുമ്പ് വാതിലുകൾ താനേ തുറക്കട്ടെ. ദൂതന്റെ ചിറകടി ഇന്ന് പകൽ നിന്റെ വില പുറത്തടിക്കട്ടെ.